ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡ്രാഗൺ എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ രാഘവാകട്ടെ +2-ന് 96% കൂടി ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്നതാണ്. അവന്റെ അച്ഛനും അമ്മയും എല്ലാം ഇത് കണ്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. +2 അവസാനിച്ച് കോളേജിലേക്ക് കടക്കാൻ പോകുന്ന അവനാകട്ടെ തന്റെ സ്കൂൾ ക്രഷായ അഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടിയോട് തന്റെ പ്രണയം പോയി തുറന്നു പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിന്നെപ്പോലെ നന്നായിട്ട് പഠിച്ച് വെൽ മാനേഡായിട്ട് നടക്കുന്ന ആളിനേക്കാൾ എനിക്കിഷ്ടം നമ്മുടെ സ്കൂളിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പൊറുക്കിയായിട്ട് നടക്കുന്ന ഒരു പയ്യനെയാണെന്ന്. പെൺകുട്ടികൾക്ക് പൊതുവെ അങ്ങനെയുള്ള പയ്യന്മാരോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നാണ് അവള് പറയുന്നത്. ഇതോടുകൂടി രാഘവൻ ആകെ ഷോക്കിലായി. അപ്പൊ പെൺകുട്ടികൾ പ്രേമിക്കണമെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അലമ്പുണ്ടാക്കി നടക്കണമെന്ന് അവൻ വിചാരിക്കുന്നു. അത് കാരണം അവൻ തന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, കോളേജിൽ നമ്മൾ നല്ല അലമ്പുണ്ടാക്കാനാ പോകുന്നതെന്ന്. അങ്ങനെ അവന്റെ ഫ്രണ്ട് അൻപാകട്ടെ അവന് വേണ്ടിയിട്ടൊരു പേര് കൂടി സെലക്ട് ചെയ്യുന്നു. കോളേജിൽ അവനെ എല്ലാവരും ഡ്രാഗൺ എന്ന് അറിയപ്പെടും. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ പുതിയ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. 95% മുകളിൽ +2-ന് മാർക്ക് എടുത്തവർക്ക് മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടുമായിരുന്നുള്ളൂ. അവിടുത്തെ പ്രിൻസിപ്പൽ മയിൽവാഹനം ആകട്ടെ പുതിയ കുട്ടികളോട് രാഘവന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ഇവനെ പോലെ ആകാൻ പാടില്ല എന്ന്. 96% മാർക്കുമായിട്ട് ഇവിടേക്ക് വന്ന ഇവൻ ഇവിടെ വന്ന വലിയൊരു പൊറുക്കിയെ മാറുകയും 48 പേപ്പർ സപ്ലി വെച്ചിട്ട് അവൻ ഈ കോളേജിൽ നിന്ന് പോവുകയും ചെയ്തു. ഇതുവരെ അവൻ പാസ്സായിട്ടില്ല. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. രാഘവൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് കോളേജിൽ അടിയും പിടിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവന് കോളേജിൽ ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. കീർത്തി എന്നാണ് അവളുടെ പേര്. കീർത്തി അവനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത്. അവന്റെ ടാറ്റു പോലും അവൾ ശരീരത്തിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കൂട്ടുകാരൻ വന്ന് അവനോട് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നു, നീ അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന നായകനാകട്ടെ ആ പ്രശ്നത്തിലേക്ക് ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം തന്നെ അടിച്ചോടിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തില് അവൻ മയിൽവാഹനത്തിനെ നാണം കെടുത്തുന്നു. ഒരുപാട് തവണ സസ്പെൻഷൻ കിട്ടിയിട്ടുള്ള അവന് ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. മയിൽവാഹൻ അവനോട് പറയുന്നുണ്ട്, ഒന്നുകിൽ നീ മര്യാദയ്ക്ക് കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ നിനക്ക് പുറത്തേക്ക് പോകാം. എന്നാൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അവന്റെ കരിയർ ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞിട്ട്. അവസാനം മയിൽവാഹൻ അവൻ ഒരു ചാൻസ് കൂടി കൊടുക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കുന്നില്ല, പക്ഷെ അടുത്ത 3 മാസത്തേക്ക് നീ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സിലും കയറണം. എന്നാൽ അത് രാഘവൻ സമ്മതിക്കുന്നില്ല. അവനാകട്ടെ തന്റെ ID കാർഡ് അവിടേക്ക് വലിച്ചെറിഞ്ഞ ശേഷം താൻ ഇനി പഠിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആരും അവനെ പോലെ ആകരുതെന്നാണ് മയിൽവാഹനം പറയുന്നത്. എന്നാൽ പല കുട്ടികളും മയിൽവാഹനത്തോട് ചോദിക്കുന്നുണ്ട്, അവനിപ്പോൾ ശരിക്കും എവിടെയായിരിക്കും, എന്തായിരിക്കും ചെയ്യുന്നതെന്ന്. അതൊന്നും തനിക്കറിയില്ല എന്നാണ് മയിൽവാഹനം പറയുന്നത്. എന്തായാലും അവൻ ഒരു നല്ല പോസ്റ്റിലും എത്താൻ പോകുന്നില്ല. അങ്ങനെ സീൻ നമ്മുടെ രാഘവന്റെ വീട്ടിലേക്ക് വരികയാണ്. രാവിലെ ജോലിക്ക് പോകാൻ റെഡി ആവുകയായിരുന്നു അവൻ. അവന്റെ അച്ഛനും അമ്മയും ചേർന്നിട്ട് അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. സമയം പോയിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴും അവന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്റെ എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ, എനിക്കതിവിടെ ഈ ഹാളിൽ തൂക്കണമെന്ന്. എന്നാൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവർ ബോണ്ടിന് വേണ്ടിയിട്ട് തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചു എന്നാണ് രാഘവൻ കള്ളം പറയുന്നത്. അവൻ ഇപ്പോഴും സപ്ലി ഒന്നും എഴുതി പാസ്സായിട്ടില്ല എന്നുള്ള കാര്യം അവന്റെ അച്ഛൻ അറിയില്ല. താൻ കോളേജ് പാസ്സായി എഞ്ചിനീയറിംഗ് ജോലിക്കാണ് പോകുന്നതെന്നാണ് അവൻ വീട്ടിൽ കള്ളം പറയുന്നത്. എന്നാൽ വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് അവൻ നേരെ പോകുന്നത് തന്റെ കൂട്ടുകാരുടെ അടുത്തേക്കായിരുന്നു. അവരെല്ലാവരും ജോലിക്ക് കയറിയിരുന്നു. രാവിലെ അവരെല്ലാവരും ജോലിക്ക് പോയി കഴിയുമ്പോൾ ആ ഫ്ളാറ്റിൽ അവനിരുന്ന് കുറെ നേരം സിനിമ കാണുകയും ഉറങ്ങുകയൊക്കെ ചെയ്യും. അവരുടെ സാലറി വരുന്ന ദിവസം അവനാകട്ടെ അവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുറേശ്ശെ ക്യാഷ് വാങ്ങും. എന്നിട്ട് തന്റെ സാലറി ആണെന്ന് പറഞ്ഞിട്ട് തന്റെ അച്ഛന്റെ കയ്യിൽ അത് കൊണ്ട് കൊടുക്കും. പക്ഷെ അത് മുഴുവൻ അയാളെ വെക്കാനോ അവൻ സമ്മതിക്കില്ല, വീട്ടിലെ ചെലവുകൾക്കും അവൻ കൊടുക്കില്ല. തനിക്ക് ഓരോ ആവശ്യമുണ്ടെന്നും താൻ ഒരു എക്സാം എഴുതി നല്ലൊരു ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് അവനാകട്ടെ ആ കാശെല്ലാം തന്നെ അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങും. അവന്റെ കയ്യിലുള്ള കാശെല്ലാം തന്നെ ഓരോരോ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ ചെലവാക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോരാഞ്ഞിട്ട് തന്റെ ബൈക്കിനും അലവൻസിനും വേണ്ടിയിട്ട് കുറച്ച് കാശ് എക്സ്ട്രാ അയാളുടെ കയ്യിൽ നിന്നും അവൻ വാങ്ങുന്നുണ്ട്. അങ്ങനെ കൊടുത്ത കാശെല്ലാം തിരിച്ചു വാങ്ങി വീണ്ടും അവൻ അവന്റെ കൂട്ടുകാർക്ക് തിരിച്ചു കൊടുക്കും. ഇതോടുകൂടി അവന്റെ വീട്ടുകാർ വിചാരിക്കുന്നുണ്ട് അവൻ ജോലിക്ക് പോവുകയും സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പോഴും അവന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവന്റെ അച്ഛൻ തന്നെയായിരുന്നു. അവൻ കീർത്തിയുടെ കയ്യിൽ നിന്നും ഇടയ്ക്ക് പല ആവശ്യങ്ങൾക്കും ക്യാഷ് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവനെ കീർത്തി ഒരു കഫേയിലേക്ക് വിളിക്കുന്നു. ഇത്രയും കാര്യം ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കീർത്തി മടുത്തിരിക്കുന്നു. അവനോട് പലതവണ അവൾ പറഞ്ഞതാണ് ആ പേപ്പറിൽ എഴുതിയെടുക്കാനും നല്ലൊരു ജോലിക്ക് കയറാനും. എന്നാൽ അവൻ ഇങ്ങനെ പൊറുക്കിത്തരമായിട്ട് നടക്കുന്ന കാരണം അവൾ അവസാനം അവനോട് പറയുന്നുണ്ട്, തനിക്കിനി വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. ഒരുപാട് കല്യാണാലോചനകൾ അവൾ മുടക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്നും താൻ ഓക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണെന്നും 1,20,000 രൂപയുടെ ശമ്പളം വാങ്ങിക്കുന്ന നല്ലൊരു വ്യക്തിയാണ് ഇപ്പോൾ തന്നെ വിവാഹാലോചിച്ച് വന്നിരിക്കുന്നത്. അയാളുടെ ഒരു ലെക്ചറർ ആണ്. ഞാനും അതുപോലെ തന്നെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടും മാച്ചാണെന്നാണ് അവൾ പറയുന്നത്. അവൾ രാഘവന് ഒരുപാട് ചാൻസ് കൊടുത്തിട്ടും അവൻ നന്നാവാത്ത കാരണം അവസാനം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യം ഇതൊക്കെ കേട്ടപ്പോൾ തമാശയായിട്ട് അവന് തോന്നിയെങ്കിലും അവൾ സീരിയസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ ആകെ ദേഷ്യത്തിലായി. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവളോട് ചൂടാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട്, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞതല്ലേ ഈ പേപ്പേഴ്സ് എല്ലാം എഴുതിയെടുക്കാൻ, നിനക്കൊരു സീരിയസ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കുന്നതെന്ന്. വിവാഹം എന്നൊരു കാര്യം എത്തുമ്പോൾ പെൺകുട്ടികൾക്ക് വെൽ മാനേഡ് ആയിട്ടുള്ള ആൾക്കാരെ മതിയെന്നുള്ള കാര്യം ആ സമയത്താണ് രാഘവ് മനസ്സിലാക്കുന്നത്. പ്രണയിക്കുന്ന സമയത്ത് അവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരെ പ്രണയിക്കും. പക്ഷെ വിവാഹം കഴിക്കാൻ
ചെയ്യാൻ അങ്ങനെ ഒരാളെ അവർ ഒരിക്കലും സെലക്ട് ചെയ്യില്ല. ആ ഒരു ബ്രേക്കപ്പിൽ രാഘവ് ശരിക്കും ആകെ തകർന്നു പോയിരുന്നു. അവൻ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. കോളേജിൽ അവൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് കീർത്തിയായിരുന്നു. അന്ന് അവന്റെ പ്രശ്നങ്ങളിലെല്ലാം തന്നെ അവൾ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനിപ്പോൾ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണാത്തത് കൊണ്ടാണ് അവൾ അവനെ ഉപേക്ഷിച്ച് പോയത് തന്നെ. അങ്ങനെ ദിവസങ്ങളോളം ഇതെല്ലാം ആലോചിച്ച് അവൻ ഉറക്കമില്ലാതെയായി. അതിനിടയ്ക്ക് കീർത്തിയുടെ വിവാഹവും കഴിഞ്ഞു. അതോടുകൂടി അവൻ ആകെ തകർന്നു. അങ്ങനെ ഒരുപാട് ദിവസം ഉറക്കം വിളയ്ക്കുകയും മദ്യപിക്കുകയോ ഒക്കെ ചെയ്തത് കാരണം അവൻ ആകെ ക്ഷീണിതനായിരുന്നു. ഒരു ദിവസം ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് അവന് കണ്ണടഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ബൈക്ക് ഓടിക്കുന്ന വഴിക്ക് അവന്റെ ബോധം പോയി ആക്സിഡന്റ് ആവുകയും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ട്സ് വരികയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അവനോട് പറയുന്നുണ്ട്, നിനക്ക് ദിവസങ്ങളോളം ഉറക്കമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഇനി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കണ്ണടച്ചിരുന്ന് കുറച്ച് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നീ ഓക്കെ ആകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ലവ് ഫെയിലിയറിൽ ആലോചിച്ച് ഇങ്ങനെ ജീവിതം നശിപ്പിക്കാതെ ഏതെങ്കിലും ഒരു നല്ല ജോലി കണ്ടെത്തി നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ അവനെ ഉപദേശിക്കുന്നു. അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കഴിയുമ്പോൾ അവന് തോന്നുന്നുണ്ട്, കീർത്തിയുടെ പയ്യൻ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളത്തിൽ തനിക്കൊരു ജോലി വേണമെന്ന്. അവൻ തന്റെ കൂട്ടുകാരോടും പറയുന്നു. ഇത്രയും പേപ്പർ സപ്ലിയുള്ള അവന് അങ്ങനെ ഒരു ജോലി ഒരിക്കലും കിട്ടില്ല. അത്രയും ശമ്പളം ഒരിക്കലും പ്രതീക്ഷിക്കേ വേണ്ട. കാരണം അവന്റെ കൂട്ടുകാർക്ക് പോലും അത്രയൊന്നും തന്നെ കിട്ടുന്നില്ല. പക്ഷേ രാഘവ് എങ്ങനെയും ആ ഒരു സാലറിയിൽ എത്തണമെന്നും നല്ലൊരു ജോലിയിൽ എത്തണമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു. എന്നാൽ അവനെ കൊണ്ട് സപ്ലൈ ഒന്നും തന്നെ എഴുതിയെടുക്കാനും വയ്യ. അങ്ങനെ ഇരിക്കെ ഇവരൊരു ദിവസം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ആ നാട്ടിൽ പുതുതായിട്ട് താമസത്തിന് വന്ന ഗൗതം എന്നൊരാളെ പരിചയപ്പെടുന്നു. അയാൾ അന്നത്തെ ദിവസം ഇവരെ തന്റെ വീട്ടിലേക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടില് ഇവരെല്ലാവരും പാർട്ടിക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ രാഘവൻ മാത്രം എപ്പോഴും താൻ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തണം എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയായിരുന്നു. ഗൗതമിന്റെ ജോലിയെ പറ്റിയും അവന്റെ ജീവിത സാഹചര്യത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയ രാഘവാകട്ടെ അവനോട് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എനിക്ക് നിന്നെ പോലെ ഒരുപാട് പേപ്പർ സപ്ലൈ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ജോലിയിലേക്ക് എത്തിയതും ഇത്രയും സ്വത്ത് സമ്പാദിച്ചതും. അത് കേട്ടപ്പോ ആ വഴി എന്തുകൊണ്ട് തനിക്കും തിരഞ്ഞെടുത്തൂടാ എന്ന് രാഘവന് തോന്നുന്നു. അങ്ങനെ ഗൗതമിന്റെ അടുത്തുനിന്ന് ആ ആൾക്കാരുടെ അഡ്രസ്സും വാങ്ങിയിട്ട് രാഘവ അവരെ കാണാൻ പോവുകയാണ്. അവര് ഫേക്ക് സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. എക്സാമിന് തോക്കുന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ എഴുതിയിരിക്കുന്ന ആളുടെ പേപ്പർ എടുത്ത് മാറ്റിവെച്ചിട്ട് കാശ് കൊടുക്കുന്ന ആൾക്കാരെ പാസ്സാക്കാൻ പോലും ഇവരുടെ കയ്യിൽ ആൾക്കാരുണ്ടായിരുന്നു. തൽക്കാലം തനിക്ക് MNC ലാറ്ററൽ വ്യൂ എന്ന് പറയുന്ന വലിയൊരു കമ്പനിയിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടണമെന്നും അതിനു വേണ്ടിട്ട് ഫേക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നുമാണ് അവൻ പറയുന്നത്. എന്നാൽ 48 അരിയർ ഉള്ളത് കൊണ്ട് തന്നെ അതിനു പറ്റിയൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണമെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണമെന്ന് അവനോട് ആവശ്യപ്പെടുന്നു. 10 ലക്ഷം രൂപയൊന്നും തന്നെ അവന് കൊടുക്കാൻ അവന്റെ കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ ആ കാശ് തരികയാണെങ്കിൽ ഫേക്ക് സർട്ടിഫിക്കറ്റ് സെറ്റാക്കിയിട്ട് നിന്നെ ഇന്റർവ്യൂ വരെ പാസ്സാക്കി തരുമെന്നാണ് അവര് പറയുന്നത്. ജോലി എന്തായാലും നിന്റെ കയ്യിൽ കിട്ടും. 1,20,000 മേലെ നിനക്ക് ശമ്പളവും കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ 10 ലക്ഷം കടമെല്ലാം നിനക്ക് കുറച്ച് നാളുകൊണ്ട് തീർത്തോടെ എന്ന് അവർ ചോദിക്കുന്നു. അങ്ങനെ കുറെ ആലോചിച്ചിട്ട് രാഘവ് അത് തീരുമാനിക്കുന്നു. വീട്ടിൽ പോയി അവൻ അച്ഛനോട് പറയുന്നുണ്ട്, തനിക്ക് 1 ലക്ഷത്തിന് മേലെ ശമ്പളമുള്ളൊരു ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നും അവിടെ ബോണ്ട് വെച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ആ ബോണ്ട് ക്യാൻസലായി താൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി മറ്റൊരു ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ അവിടെ 10 ലക്ഷം രൂപ കെട്ടിവെക്കണം. ആ 10 ലക്ഷം കിട്ടി അവിടെ ഇത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അവരെന്റെ സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ സാലറി ഉള്ള ജോലിയിലേക്ക് കയറുകയും ചെയ്യാം. ഈസി ആയിട്ട് കുറച്ച് നാൾ കൊണ്ട് ആ കടവും തീർക്കാം. ആദ്യം അവന്റെ അമ്മ ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ എതിർക്കുന്നു. എന്നാൽ അവന്റെ അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന സ്ഥലം പണിയും വെച്ച് ഇവന് 10 ലക്ഷം രൂപ അയാൾ കൊടുക്കുന്നു. അവൻ അത് കൊണ്ടുപോയി ആ ഏജൻസിയിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവൻ അവരെ പ്രിപ്പയർ ചെയ്യുന്നു. അവനൊന്നും തന്നെ ചെയ്യണ്ട, ജസ്റ്റ് വാ അനക്കിയാൽ മാത്രം മതി. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ തൊട്ടപ്പുറത്തിരുന്ന ഒരാളായിരിക്കും ഉത്തരം പറയുന്നത്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. ഒന്ന് ആക്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഒരുപാട് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അവന് അതൊക്കെ ഈസി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ലാറ്ററൽ വ്യൂ എന്ന കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ആയ വീൽകുമാറാണ് അവന് ഇന്റർവ്യൂ എടുക്കുന്നത്. അവൻ നേരത്തെ പറഞ്ഞ പ്രകാരം വാനക്കുകയും അവന്റെ അടുത്തിരുന്ന ആളാകട്ടെ അയാൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയും അയാൾ പറഞ്ഞ ടാസ്കുകളെല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ രാഘവാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അയാൾ അവനെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. 1,60,000 രൂപയായിരുന്നു അവന് സാലറി ആയിട്ട് പറഞ്ഞിരുന്നത്. രാഘവന് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 10 ലക്ഷം രൂപ കൊടുത്ത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും അവൻ ആഗ്രഹിച്ചതെല്ലാം തന്നെ അവൻ നേടിയെടുത്തിരിക്കുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ തങ്ങളെ കൊണ്ട് പറ്റൂവെന്നും അവിടുത്തെ ട്രെയിനിങ് പീരീഡിൽ ചെയ്യേണ്ട ജോലിയെല്ലാം തന്നെ നീ നല്ലപോലെ മനസ്സിലാക്കണമെന്നും നല്ലപോലെ വർക്ക് ചെയ്യണമെന്നും ആ ഏജൻസിക്കാർ അവനോട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ പണ്ട് മുതലേ തന്നെ അവൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ട്രെയിനിങ് പീരീഡിൽ അവൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ലപോലെ തന്നെ പെർഫോം ചെയ്യുകയും അതെല്ലാം നന്നായിട്ട് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് അവന്റെ ഫസ്റ്റ് സാലറി വന്നു. പിന്നീടും കൊണ്ട് അവന് വെച്ചടി കയറ്റമായിരുന്നു. ആ സാലറി കൊണ്ട് അവൻ അവന്റെ കടം തീർക്കുകയും നല്ലൊരു ലക്ഷറി വില്ല വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. 1 കോടി രൂപയോളം വിലയുള്ള ആ വില്ലയാകട്ടെ അവൻ EMI യിലാണ് വാങ്ങിച്ചത്. മാസം 2 ലക്ഷം അടുപ്പിച്ച് തനിക്ക് ശമ്പളം കിട്ടും. ഈസി ആയിട്ട് തനിക്ക് ഇതെല്ലാം അടച്ചു തീർക്കാമെന്നൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. കമ്പനിയിലെ ബെസ്റ്റ് എംപ്ലോയി ആയി അവൻ എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ വില കൂടിയൊരു കാർ വാങ്ങിക്കുകയും പിന്നീട് അവന്റെ സാലറി 3 ലക്ഷത്തോളം രൂപയായിട്ട് ഉയരുകയൊക്കെ ചെയ്തിരുന്നു. ഓഫീസ് ടൈമിലെല്ലാം തന്നെ അവൻ വർക്കിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അവനെ പ്രണയിക്കാൻ അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ആരെയും തന്നെ അവൻ മൈൻഡ് ചെയ്തില്ല. അവൻ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെ അവൻ ആഗ്രഹിച്ച പോലെ ഒരു സക്സസ്ഫുൾ ലൈഫിൽ എത്തിയിരുന്നു അവൻ. വീട്ടുകാർ അവനോട് വിവാഹത്തെ പറ്റി സംസാരിക്കുന്നു. പ്രണയം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആരെങ്കിലും കണ്ടുപിടിക്കാനാണ് വീട്ടുകാരോട് അവൻ പറയുന്നത്.
അങ്ങനെ ലോൺ എടുക്കാൻ അവരെ സഹായിച്ച ആ ഒരു വ്യക്തിയുടെ അടുത്ത് അവരുടെ വീട്ടുകാര് തന്റെ മകന് നല്ല പെൺകുട്ടിയെ വേണമെന്ന് പറയുന്നു. അയാളാകട്ടെ ആ സ്ഥലത്ത് തന്നെ നല്ലൊരു കോടീശ്വരന്റെ അടുത്തേക്കാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവന്റെ അച്ഛനും അമ്മയ്ക്കും ആകെ ചമ്മല് തോന്നിയിരുന്നു. ഇത്രയും വലിയ വീട്ടിലൊന്നും പോയി തങ്ങൾക്ക് കല്യാണാലോചിക്കാനുള്ള യോഗ്യതയില്ലാന്ന് തോന്നി. എന്നാൽ കാശെല്ലാം നോക്കുന്നത് നിങ്ങളുടെ മകൻ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനും അവന്റെ സ്റ്റാറ്റസും എല്ലാം തന്നെ ഈ വീടുമായിട്ടാണ് യോജിക്കുന്നതെന്ന് മറ്റേയാൾ പറയുന്നു. അങ്ങനെ അവർ അവിടെ ചെന്ന് പെൺകുട്ടിയെ കാണുന്നുണ്ട്. പല്ലവി എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. രാഘവനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരുടെ മകളെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ പല്ലവിയുടെ പേരൻസിന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഘവനോട് ഓക്കെ പറയുന്നതിന് മുമ്പ് ഒരു ദിവസം നമുക്ക് പുറത്തുനിന്ന് പോയി കുറച്ച് സംസാരിക്കാമെന്ന് അവൾ പറയുന്നു. അതിനവൻ ഓക്കെയും പറയുന്നുണ്ട്. അങ്ങനെ ഇവര് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങാൻ നേരത്ത് അവൾക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുക്കുകയും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുകയൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോകാമെന്ന് അവൻ പറയുമ്പോൾ വേണ്ട നമുക്ക് ഏതെങ്കിലും പബ്ബിൽ പോകാമെന്നാണ് അവള് പറയുന്നത്. അവിടെ വെച്ച് നല്ലപോലെ മദ്യപിക്കാന്നും പറയുന്നുണ്ട്. അവള് മദ്യപിക്കുന്നുണ്ടെങ്കിലും അവൻ മദ്യപിക്കുന്നില്ല. തിരിച്ച് വണ്ടി ഓടിക്കണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും അവൾ നോട്ടീസ് ചെയ്യുമ്പോൾ അവൻ നല്ല റെസ്പോൺസിബിൾ ആണെന്നും റെസ്പെക്ട് ഒരുപാട് തരുന്നുണ്ടെന്നും ഒക്കെ അവൾക്ക് മനസ്സിലാകുന്നു. അവൻ നേരത്തെ ഏതെങ്കിലും അഫയർ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും അവൻ തനിക്ക് പെർഫെക്റ്റ് ആണെന്ന് പല്ലവിക്ക് തോന്നുന്നതോടുകൂടി തന്നെ അവൾ ആ മാരേജിന് ഓക്കെ പറയുന്നു. അവൻ അവളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് തന്റെ ഫേക്ക് ഡിഗ്രിയും തന്റെ ഫേക്ക് ആയിട്ടുള്ള ജോലിയെ പറ്റിയും മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇവരുടെ എൻഗേജ്മെന്റും കഴിയുന്നു. അങ്ങനെ ഒരു ദിവസം ട്രാഫിക്കിൽ വെച്ചിട്ട് ഇവനാകട്ടെ പല്ലവിയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ സ്മോക്ക് ചെയ്യുന്ന കണ്ടിട്ട് അവള് പറയുന്നുണ്ട് നീ സ്മോക്കിംഗ് നിർത്ത്, അത് ഹെൽത്തിന് നല്ലതല്ല എന്ന്. എന്നാൽ ഇത് അവസാനത്തെ സ്മോക്കാണെന്ന് പറഞ്ഞിട്ട് അവൻ അവസാനമായിട്ടൊരു പഫ് കൂടി എടുത്തിട്ട് ആ സിഗരറ്റ് വലിച്ചെറിയുന്നു. അതുകൂടിയായപ്പോ അവൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. അന്ന് അവൻ കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ അവന് വലിയൊരു സർപ്രൈസ് അവിടെ പ്രസിഡന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ US കമ്പനിയിലെ മാനേജറായിട്ട് അവന് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടേക്ക് പോകണം. രാഘവ് ഒരുപാട് സന്തോഷിക്കാൻ ആരംഭിച്ചു. എല്ലാവരും അവനോട് കൺഗ്രാറ്റ്സ് പറയുന്നു. എന്നാൽ അവന്റെ ആ സന്തോഷം അധിക നേരം ഉണ്ടായിരുന്നില്ല. അവന്റെ പഴയ പ്രിൻസിപ്പൽ ആകട്ടെ അവനെ കാണാൻ അവിടേക്ക് വരുന്നു. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. അവൻ ആ ഒരു സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കാറിലേക്കാണ് പോയി വീണത്. അത് അയാളുടെ കാറായിരുന്നു. അയാൾ നോക്കുമ്പോൾ ഇവനെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അവൻ വല്ല ഡെലിവറി ബോയിട്ട് നടക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന അയാളാകട്ടെ അവനെ ഇത്രയും വലിയൊരു സെറ്റപ്പിൽ കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ മകളാകട്ടെ മാട്രിമോണിയിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് തനിക്ക് ഈ പയ്യനെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫൈൽ അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ രാഘവന്റെ പ്രൊഫൈലായിരുന്നു. അതിലവൻ വെച്ചിരിക്കുന്ന ജോലിയെല്ലാം കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ബ്യൂറോയിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ആ പയ്യനെ ഓൾറെഡി തന്നെ മറ്റൊരു പെണ്ണിനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് വേറെ ആലോചന നോക്കാമെന്നുമാണ് ഇയാളോട് ആ ബ്യൂറോക്കാർ പറയുന്നത്. അങ്ങനെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് അവൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലായത്. 48 അരിയറുള്ള അവനൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെയായിരിക്കും ഇവിടെ ജോലി വാങ്ങിച്ചതെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അവൻ കള്ളം പറയുന്നുണ്ട്. ഇവിടെ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല എന്നും നല്ല ടാലന്റ് ഉണ്ടായാൽ മാത്രം മതിയെന്നും. എന്നാൽ അയാൾ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പാസ്സാകാത്ത കുറച്ച് നല്ല ടാലന്റ് ഉള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കോളേജിലുണ്ട്, അവർക്കൊക്കെ ഇവിടെ ജോലി കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും രാഘവ് കുടുങ്ങി. ഒടുവിൽ അവൻ അയാളുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് ഈ സത്യങ്ങളൊന്നും ആരോടും പറയരുത്, താൻ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നെയാണ് ഇവിടെ ജോലിക്ക് കയറുതെന്ന്. അയാൾ അവനോട് പറയുന്നുണ്ട് സത്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല, പക്ഷേ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് നീ ഒറിജിനലാക്കി മാറ്റണം. അടുത്ത 3 മാസത്തിനുള്ളിൽ എക്സാം വരുന്നുണ്ട്. നീ ആ 48 പേപ്പറും ഒറ്റ സ്ട്രെച്ചിൽ എഴുതിയെടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സത്യം ആരോടും പറയില്ല. ഒരു പേപ്പറിനെങ്ങാണ് നീ തോറ്റു കഴിഞ്ഞാൽ നിന്റെ ഈ ഫേക്ക് ഡിഗ്രി എന്നുള്ള കാര്യം പുറത്തു വരും. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് രാഘവ് പറയുന്നത്. എന്നാൽ അയാൾ പറയുന്നുണ്ട് നിന്റെ മുന്നിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നീ നാളെ രാവിലെ അന്ന് കളഞ്ഞിട്ട് പോയ ഈ ഐഡിയ ആയിട്ട് കോളേജിൽ വരിക, അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും നീ തന്നെ ഇയാളോടുത്ത് തുറന്നു പറയുക. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയും. അത് കാരണം ആദ്യം അവൻ വീട്ടുകാരോട് കള്ളം പറയുന്നുണ്ട്. കല്യാണത്തിന് ഇനി 6 മാസമില്ലേ, തനിക്ക് മുംബൈയിലൊരു ട്രെയിനിങ് ഉണ്ടെന്നും ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ US പോയി സെറ്റിൽ ആകുന്നതിന് കുറച്ചുകൂടി തനിക്ക് ഈസി ആയിരിക്കുമെന്ന്. പല്ലവിക്കും US പോയി സെറ്റിൽ ആകാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ വീട്ടുകാര് അതിനെല്ലാം ഓക്കെ പറയുന്നു. അവൻ മുംബൈയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. തന്റെ കമ്പനിയിൽ ബോസിനോട് പറയുന്നുണ്ട് തന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ച് തിരക്കാണെന്നും തനിക്ക് തൽക്കാലത്തേക്ക് ഒരു 3 മാസം വർക്ക് ഫ്രം ഹോം കിട്ടുമോ എന്നും. അവൻ നന്നായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ വേൽകുമാർ ആകട്ടെ അതിന് ഓക്കെയും പറയുന്നു. അങ്ങനെ കമ്പനിയിലും വീട്ടുകാരോടും കള്ളം പറഞ്ഞിട്ട് അവൻ നേരെ പോകുന്നത് ചെന്നൈയിലുള്ള തന്റെ കോളേജിലേക്കായിരുന്നു. അയാൾ അവന് ആ ID കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഇട്ടുകൊണ്ട് മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോകാൻ പറയുന്നു. 3 മാസത്തിനുള്ളിൽ 48 പേപ്പറും ക്ലിയർ ആക്കണം. ഒരു താല്പര്യവുമില്ലാതാണ് അവൻ ക്ലാസ്സിലേക്ക് പോകുന്നത്. അവനെ കണ്ട് എല്ലാവരും ഞെട്ടുന്നു. കാരണം ഓൾറെഡി തന്നെ അവിടെയുള്ള എല്ലാവർക്കും അവനെ അറിയാം. എല്ലാ വർഷവും ഇയാള് അവനെ ഉദാഹരണമാക്കിയായിരുന്നു പറയുന്നത് ഒരിക്കലും ഇവനെ പോലെ ആകരുതെന്ന്. എന്നാൽ ആ ഒരു കോളേജിൽ ഇവനെ ഇൻസ്പയർ ആയിട്ട് കുട്ടി ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ വിളിച്ചുന്നുണ്ടായിരുന്നു. അവന്റെ ഗ്യാങ്ങിലുള്ള ആൾക്കാര് യഥാർത്ഥ ഡ്രാഗണെ ഇവിടെ കണ്ടിട്ട് അവനോട് കാര്യങ്ങൾ പറയാൻ പോകുന്നു. അവൻ പണ്ട് ഒരുപാട് നാണം കെടുത്തിയിരുന്ന ഒരു സാറുണ്ടായിരുന്നു. ആ സാറിന്റെ ക്ലാസ്സിലേക്കാണ് അവൻ ചെല്ലുന്നത്. എന്തായാലും അയാളുടെ ഭാഗ്യത്തിന് അയാളുടെ അവസാനത്തെ ദിവസമായിരുന്നു അന്ന്. അവനെ ബാക്ക് ബെഞ്ചിലേക്ക് അയച്ച ശേഷം അയാൾ തന്റെ ക്ലാസ് പൂർത്തിയാക്കി അവിടെ നിന്നും പോയി. അതിനിടയ്ക്ക് അവനെ തന്റെ ഓഫീസിൽ നിന്നും കോൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പല്ലവിയും കോൾ ചെയ്യുന്നുണ്ട്. താൻ ഭയങ്കര ബിസിയാണെന്നും ഇവിടെ ഭയങ്കര സ്ട്രെസ് ആണെന്നൊക്കെയാണ് അവൻ പറയുന്നത്.
ബാക്ക് ബെഞ്ചിലിരുന്ന് അവൻ തന്റെ ഓഫീസിലെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. ക്ലാസ്സിലൊന്നും തന്നെ അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് അവനെ ഇൻസ്പയർ ആയിട്ട് ആ കോളേജില് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന കുട്ടി ഡ്രാഗൺ എന്ന് പറയുന്ന ആൾ അവിടേക്ക് വരുന്നു. നമ്മുടെ രാഘവന്റെ കൂടെ ഫ്രണ്ട് ആകാനായിരുന്നു അവന്റെ ഉദ്ദേശം. എന്നാൽ രാഘവ് അവനോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് പോയി 4 അക്ഷരം പഠിക്കുന്നതാ നല്ലതെന്ന്. എന്നാൽ അവരതൊന്നും തന്നെ കേൾക്കുന്നില്ല. ഇവന്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയായിരുന്നു. നമുക്ക് പാർട്ടി നടത്താമെന്ന് പറഞ്ഞിട്ട്, ക്ലാസ്സിലൊന്നും ഇരിക്കണ്ടെന്നും പറഞ്ഞിട്ട്. രാഘവന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അവൻ തന്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു. എന്നെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ അവന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ ആ പേപ്പർ എങ്ങനെയെങ്കിലും എഴുതിയെടുക്കുന്നതാ നല്ലത്, അല്ലാതെ വേറെ എന്ത് വഴിയാ ഇതിലുള്ളതെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. അവൻ ക്ലാസ്സിലിരുന്ന് അവന്റെ ഓഫീസിലെ വർക്കുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പല്ലവിയുടെ ഫോൺ എടുക്കാൻ പോലും അവന് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. തന്നെ അവൻ ഇഗ്നോർ ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അവളാകട്ടെ ഹോട്ടായിട്ടുള്ള പിക്കെല്ലാം തന്നെ അവൻ അയച്ചു കൊടുക്കുന്നു. അതൊക്കെ കണ്ടിട്ട് അവൻ അവളെ തിരിച്ചു വിളിച്ച് ഉമ്മയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ലാസ്സിലേക്ക് പുതിയ ടീച്ചർ വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ രാഘവിന്റെ എക്സ് ആയിട്ടുള്ള കീർത്തിയായിരുന്നു. അവൻ ക്ലാസിന്റെ ബാക്ക് ബെഞ്ചിലിരുന്നിട്ട് പല്ലവിയുടെ ഫോട്ടോ കണ്ടിട്ട് ഉമ്മ വെക്കുക അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കീർത്തി കാണുന്നുണ്ട്. കീർത്തിയെ കണ്ട് രാഘവും ആകെ ഷോക്കായി പോയി. അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ഇവിടേക്ക് ലെക്ചർ ആയിട്ട് വരുമെന്ന്. കീർത്തിയാകെ തകർന്നു നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. എങ്ങനെയൊക്കെയോ അവൾ ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നു. രാഘവും ആകെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നാൽ കീർത്തി അവനെ വിളിക്കുന്നുണ്ട്. അവൻ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവളെയും കൂടെ അവിടെ കണ്ടതോടുകൂടി അവൻ ആ കോളേജിൽ നിൽക്കാനേ തോന്നിയില്ല. അവൻ ആ ഏജൻസിയിൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ 48 പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ ഒരു വഴിയുണ്ടോ എന്ന്, ക്യാഷ് എത്ര വേണമെങ്കിലും ഇറക്കാമെന്ന്. എന്നാൽ 1-2 പേപ്പർ ആണെങ്കിൽ തനിക്ക് നോക്കാം, 48 പേപ്പർ ഒന്നും തന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ആ ഏജൻസിക്കാരൻ പറയുന്നത്. ഒറ്റ വഴിയേ ഉള്ളൂ, നീ നന്നായിട്ട് പഠിച്ച് ആ എക്സാം എല്ലാം എഴുതിയെടുക്കുക. അവനവിടെ പ്രിൻസിപ്പൽ മയിൽവാഹനത്തിനോട് പോയി പറയുന്നുണ്ട് മനഃപൂർവ്വം എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കീർത്തി നിങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്തതെന്ന്. എന്നാൽ അവൾ MBA എല്ലാം കഴിഞ്ഞിട്ട് നല്ല മാർക്കോട് കൂടി ഇന്റർവ്യൂ പാസ്സായാണ് ഇവിടെ ജോലിക്ക് കയറിയതെന്നാണ് അയാൾ പറയുന്നത്. അല്ലാതെ നിനക്ക് വേണ്ടി ഞാനൊരു പണിയും തന്നതല്ല. എന്തൊക്കെ വന്നാലും ശരി, വരുന്നിടത്ത് വെച്ച് കാണാം, ഇനി ഇവിടെ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ തന്റെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാൻ ഇറങ്ങിയായിരുന്നു. പക്ഷെ ആ സമയത്ത് അവന്റെ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞിട്ട് അവന്റെ ഒരു ന്യൂസ് കാണുന്നു. ഇവൻ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ ഐഡിയ പറഞ്ഞു കൊടുത്ത ഗൗതം എന്ന് പറയുന്ന അയാളില്ലേ, അയാളെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിക്ക് കയറിയതിന്റെ പേരിൽ പോലീസ് പിടിച്ചു. വലിയ കേസായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും എംപ്ലോയീസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ വെരിഫൈ ചെയ്യാൻ പോവുകയായിരുന്നു. അതുകൊണ്ട് നിന്റെ മുൻപിൽ ഇനി സമയമില്ല, എങ്ങനെയെങ്കിലും പഠിച്ച് എക്സാം എഴുതി ആ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആക്കുന്നതാണെന്നാണ് നല്ലതെന്നും കൂട്ടുകാരൻ പറയുന്നു. പല്ലവിയുടെ വീട്ടുകാരും ഈ കാര്യമൊക്കെ കേട്ടിട്ട് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതുപോലുള്ള ചീറ്റിംഗ് കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ടെന്നും നിങ്ങളുടെ കമ്പനിയിൽ ഇതുപോലൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നുമാണ് പല്ലവിയുടെ അച്ഛൻ അവനോട് പറയുന്നത്. താൻ തന്നെ ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യം ചെയ്തിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് തന്നെ അവന് കൈയും കാലും വരയ്ക്കുന്നുണ്ടായിരുന്നു. സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പല്ലവി തന്റെ കൈവിട്ടു പോകും. മാത്രമല്ല തന്റെ ലക്ഷറി ലൈഫ് തന്നെ ഇല്ലാതെയാകും. അവൻ ആകെ വട്ടെടുത്തിട്ട് ഓടിപ്പോയി പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട് കീർത്തി ഇവിടെ നിൽക്കുന്നതിൽ തനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്ന് പഠിച്ച് എക്സാം എല്ലാം നല്ലപോലെ പാസ്സായിക്കോളാം, നിങ്ങൾ ഒരു സത്യങ്ങളും ആരോടും പറയാൻ നിൽക്കരുതെന്ന്. അങ്ങനെ അവൻ ഒരുപാട് സങ്കടത്തിൽ ടെറസിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് കീർത്തി അവിടേക്ക് വരുന്നു. അവൻ ആകെ ദേഷ്യത്തിലായിരുന്നു. എന്നാൽ അവളാകട്ടെ അവനോട് എല്ലാത്തിനും സോറി പറയുന്നു. അന്ന് നിന്റെ അടുത്ത് ബ്രേക്കപ്പ് ആയിട്ട് ഞാൻ വിവാഹമൊക്കെ കഴിച്ചെങ്കിലും ആ ഒരു ഗിൽറ്റ് തന്നെ ലൈഫ് ലോങ് പിന്തുടരുകയായിരുന്നു എന്നാണ് അവള് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്നെ വിട്ടിട്ട് പോയത് ആലോചിച്ചിട്ട് ഞാൻ എന്നെ തന്നെ പഴിക്കുകയായിരുന്നു. എന്റെ ഹസ്ബൻഡ് നല്ല മനുഷ്യനാ, പക്ഷെ നിന്നോട് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് എനിക്കൊരു സെക്കൻഡ് ചാൻസ് എന്തായാലും ലഭിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ലൈഫിൽ നിനക്ക് ലഭിക്കുന്നുണ്ട്. നീ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവിടെ കയറിയതെന്ന് എനിക്ക് മനസ്സിലായി. അത് റിയൽ ആക്കാൻ നിന്നെ കൊണ്ട് പറ്റും. എങ്ങനെയെങ്കിലും 3 മാസത്തില് ആ എക്സാം ക്ലിയർ ചെയ്താൽ മതി. എന്നാൽ ഇത്രയും വർഷം എടുത്തിട്ട് നടക്കാത്ത കാര്യം 3 മാസത്തിൽ തന്നെ കൊണ്ട് നടക്കില്ല എന്നാണ് അവൻ പറയുന്നത്. കഴിഞ്ഞ എക്സാംസിന്റെ എല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ പഠിച്ചെഴുതിയാൽ തന്നെ നിനക്ക് പാസ്സാകാനുള്ള മാർക്ക് കിട്ടും. നിനക്ക് ജസ്റ്റ് പാസ്സായാൽ മാത്രം പോരെ. അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ റിവൈസ് ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് എല്ലാം തന്നെ ഞാൻ എടുത്തു തരാമെന്നും അത് മാത്രം പഠിച്ചാൽ മതിയെന്നുമാണ് അവള് പറയുന്നത്. അത് കേട്ടപ്പോ അവനൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് നിന്നോട് അന്ന് ചെയ്തതിനെല്ലാം തന്നെ പകരമായിട്ട് നിനക്കിത് ചെയ്തു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും, അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനെ അവള് അവന് വേണ്ടിയിട്ട് നോട്ട്സ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനിടയ്ക്ക് പല്ലവി വിളിക്കുമ്പോഴെല്ലാം തന്നെ അവൻ അധികം നേരം സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല്ലവിക്ക് അവൻ തന്നെ ഇഗ്നോർ ചെയ്യുന്നത് പോലെയും എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതിനിടയ്ക്ക് കോളേജിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കുറച്ചുപേരാകട്ടെ കീർത്തിയോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ കുട്ടി ഡ്രാഗൺ വന്നിട്ട് രാഘവനോട് കാര്യം പറയുന്നുണ്ട്. കുട്ടി ഡ്രാഗൺ ആകട്ടെ ആ ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കീർത്തിയുടെ അടുത്ത് അവർ മോശമായിട്ട് പെരുമാറിയെന്ന് അറിഞ്ഞതോടുകൂടി രാഘവ് അവരെ അടിക്കുന്നു. ഇത്രയും ദിവസം അവിടെ ഉണ്ടായ ഒരു പ്രശ്നത്തിലും അവൻ ഇടപെടാതിരിക്കുകയായിരുന്നു. കീർത്തിക്ക് വേണ്ടിയിട്ട് അവരുമായിട്ട് അവൻ വഴക്കുണ്ടാക്കുന്നു. അവരെല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ചു കഴിയുമ്പോൾ കുട്ടി ഡ്രാഗണോട് അവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ അടിയും പ്രശ്നങ്ങളുമായിട്ട് നടക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ ഇതുപോലെ നടന്നാണ് എന്റെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് പ്രണയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടിയും വഴക്കുണ്ടാക്കുന്നവരെ ഇഷ്ടമായിരിക്കും. എന്നാൽ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള നല്ല ആൾക്കാരെ മാത്രമേ തിരഞ്ഞെടുക്കൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാകുന്നത് തന്നെ നിനക്ക് നല്ലത്. നമ്മുടെ രാഘവൻ ഇത് പറയുന്ന കേട്ടിട്ട് കുട്ടി ഡ്രാഗണം അവന്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് കമ്പനിയിലെ ജോലിയിൽ
പഠിക്കലും എക്സാം പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് അവന് പല ദിവസങ്ങളിലും ഉറക്കമുണ്ടായിരുന്നില്ല. ഓരോരോ എക്സാമുകളായിട്ട് അവൻ നന്നായിട്ട് എഴുതാൻ തുടങ്ങി. ഇനി അവസാനമായിട്ട് അവനൊരു എക്സാം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിന്റെ തലേന്ന് രാത്രി അവനിരുന്ന് പഠിക്കുകയായിരുന്നു. പിറ്റേന്ന് എക്സാമിന്റെ അന്ന് അവന്റെ ബർത്ത്ഡേ കൂടിയാണ്. രാത്രി 12 മണിയായപ്പോ തന്നെ അവന് സർപ്രൈസ് ആയിട്ട് കേക്കുമായിട്ട് കീർത്തി എവിടേക്ക് വരുന്നു. അവർ ആ കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് പല്ലവിയുടെ കോൾ അവന് വരുന്നത്. അവൻ മുംബൈയിലാണെന്നാണല്ലോ അവള് വിചാരിച്ചിരിക്കുന്നത്. അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളാകട്ടെ അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് നേരെ മുംബൈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. താനിവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്, തന്നെ വന്ന് പിക്ക് ചെയ്യാനാണ് അവള് പറയുന്നത്. അവൻ ആകെപ്പെട്ടു. അവൻ മുംബൈയിലല്ല ചെന്നൈയിലാണെന്ന് അവളോട് ഇപ്പോൾ പറയാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കള്ളങ്ങളും വെളിച്ചത്താകും. അവൻ പറയുന്നുണ്ട് തനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്നും നല്ല ജോലിയിലാണെന്നും. എന്നാൽ അവൾ ആകെ ടെൻഷനായി. തനിക്കിവിടെ ആരെ അറിയില്ല, ഞാൻ നിന്നെ വിശ്വസിച്ച് എവിടേക്ക് വന്നതെന്നും അവൾ പറയുന്നു. നീ എന്തൊക്കെയോ എന്നോട് മറയ്ക്കുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇപ്പോൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുമെന്ന് പേടിച്ച അവനാകട്ടെ അവളോട് പറയുന്നുണ്ട്, നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലേക്ക് വന്നിരിക്കുകയാണ്, അപ്പോൾ നീ എന്തിനാ അവിടേക്ക് പോയതെന്ന്. ശരിക്കും നീ പറയുന്നത് സത്യമാണോ എന്ന് അവൾ ചോദിക്കുന്നു. അതെ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത്. ഇന്നൊരു കാര്യം നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഇപ്പോൾ തിരിച്ചൊരു ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ ആ ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈക്ക് വരാമെന്ന് അവൾ പറയുന്നു. അവൻ വീണ്ടും പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈ എയർപോർട്ടിലേക്ക് അവന് പോകേണ്ടി വരും. ഇവിടുന്ന് ഒരുപാട് കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം. അവിടെ പോയി അവളെ കണ്ട് സംസാരിച്ച ശേഷം തിരിച്ചിവിടെ വന്ന് അവൻ എക്സാം എഴുതുകയും വേണം. കുറച്ച് സമയത്തിനുള്ളിൽ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പല്ലവിയെ കാണാൻ പോകാതിരുന്നാലും പ്രശ്നമാണ്. അത് കാരണം അവൻ കീർത്തിയുടെ കാറും വാങ്ങിയിട്ട് നമ്മുടെ കുട്ടി ഡ്രാഗനെ അവന്റെ കൂടെ കൂട്ടുന്നു. ഒരു സൈഡിലിരുന്ന് അവനാകട്ടെ പിറ്റേന്നത്തെ എക്സാമിനുള്ള കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ബൈഹേർട്ട് ചെയ്തുകൊണ്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. എങ്ങനെയൊക്കെയോ പല്ലവി പറഞ്ഞ സമയത്ത് ചെന്നൈ എയർപോർട്ടിലേക്ക് അവൻ എത്തുന്നു. അവനെ കണ്ടപ്പോഴാണ് അവൻ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളതാണെന്ന് അവൾക്ക് വിശ്വാസം വരുന്നത്. അവൾക്ക് മുൻപൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും അവൻ തന്നോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിരുന്നുവെന്നും അത് കാരണം തനിക്ക് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് അവൾ പറയുന്നത്. നീ ഒരിക്കലും എന്നോട് കള്ളങ്ങൾ പറയാൻ പാടില്ല, എന്നിൽ നിന്ന് ഒന്നും മറക്കുന്നില്ല എന്ന് നീ സത്യം ചെയ്തു തരണം. വേറെ വഴിയില്ലാതെ അവളുടെ തലയിൽ തൊട്ടിട്ട് അവൻ സത്യം ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്നും ഒന്നും മറക്കുന്നില്ല എന്ന്. എന്നാൽ അതൊരു കള്ളസത്യമാണെന്ന് അവന് മാത്രമേ അറിയൂ. എന്തായാലും അവളെ കണ്ട ശേഷം ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് കറക്റ്റ് എക്സാമിന്റെ ടൈമിൽ അവൻ കോളേജിലെത്തി. അവന് വേണ്ടിയുള്ള ഡ്രസ്സും ഹാൾ ടിക്കറ്റ് ഐഡിയ എല്ലാം ആയിട്ട് അവനെ വെയിറ്റ് ചെയ്ത് കീർത്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പ്രണയിക്കുന്ന കാലം തൊട്ട് നീ എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്നും അന്ന് ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് നിന്നോട് ചൂടാകാതെ ഈ സപ്ലൈ എല്ലാം ക്ലിയർ ചെയ്തിട്ട് നല്ല ജോലി വാങ്ങാമെന്ന് നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ ലൈഫ് ഇങ്ങനെ ആകില്ലായിരുന്നു എന്നും അവൻ പറയുന്നുണ്ട്. ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായത്തിനും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് ഹഗ് ചെയ്തിട്ടാണ് അവൻ എക്സാം എഴുതാൻ കയറുന്നത്. അത് അവന്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. ഇതുവരെയുള്ള എല്ലാ എക്സാമും അവൻ പാസ്സാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ തലേന്ന് രാത്രി അവൻ ഒരുപോലെ പോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എക്സാം എഴുതാനിരുന്നപ്പോൾ അവന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ഇത്രയും ദിവസം ഉറക്കമൊളിച്ചുള്ള ഈ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം കാരണം അവന്റെ കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അവന്റെ ഓർമ്മയിൽ വരുന്നു. അരമണിക്കൂർ കണ്ണടച്ച് റെസ്റ്റ് എടുക്കുക, അപ്പോഴേക്കും അവൻ നോർമലാകും. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള ടൈം കൊണ്ട് എക്സാം എഴുതി പാസ്സാകാനുള്ള മാർക്ക് നേടിയെടുക്കാന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്നാൽ അവൻ കണ്ണടച്ചതും നല്ലപോലെ ഉറങ്ങിപ്പോകുന്നു. എക്സാം തീരാൻ 10-15 മിനിറ്റ് ടൈമുള്ളപ്പോൾ മാത്രമാണ് അവൻ കണ്ണു തുറക്കുന്നത്. അതോടുകൂടി അവൻ ആകെ ടെൻഷനിലായി. അവൻ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. വെറും 10 മിനിറ്റ് മാത്രമാണ് ഇനിയുള്ളത്. അവൻ ആകെ ടെൻഷനായിട്ട് എന്തൊക്കെയോ ആൻസർ എഴുതാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവന്റെ കൈയെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവൻ ആ പേപ്പറിന് തോക്കുമെന്ന് ഏകദേശം അവൻ ഉറപ്പായിരുന്നു. അവൻ കുറെ നേരം ബാത്റൂമിൽ പോയി നിന്ന് എന്തൊക്കെയോ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവന്റെ എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അവൻ തന്റെ കമ്പനിയിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ്. അവനെ വേൽകുമാർ വിളിച്ചിട്ട് പറയുന്നത് ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്ന കാരണം കമ്പനിയിലെ എല്ലാവരുടെയും തന്നെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ചെക്ക് ചെയ്തു, ഇനി നിന്റെ കൂടെ മാത്രമേ ഉള്ളൂ എന്ന്. കോളേജിൽ വിളിച്ച് വെരിഫൈ ചെയ്തൂടെ എന്ന് അയാൾ ചോദിക്കുന്നു. അവൻ ആകെ ടെൻഷനായിരുന്നു. ഇന്ന് തന്നെയാണ് എക്സാമിന്റെ റിസൾട്ട് വരുന്നത്. ഇയാളെ വെരിഫൈ ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ എന്താണ് പറയുന്നതെന്ന് ആലോചിച്ചിട്ടായിരുന്നു അവന്റെ ടെൻഷൻ. അങ്ങനെ പ്രിൻസിപ്പലിനെ അയാൾ കോൾ ചെയ്യുന്നു. രാഘവന്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ എന്ത് പറയണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് കീർത്തി അവിടെ നിന്ന് രാഘവന്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. അവൻ കറക്റ്റ് സമയത്ത് എല്ലാത്തിനും പാസ്സായി എന്നുള്ള റിസൾട്ട് ആയിരുന്നു അതിൽ വരുന്നത്. അത് കണ്ടുകൊണ്ട് പ്രിൻസിപ്പൽ ധൈര്യപൂർവ്വം വേൽകുമാറിനോട് പറയുന്നുണ്ട് അവൻ ഇവിടെ നിന്ന് പാസ്ഔട്ടായി ഇറങ്ങിയതാണെന്ന്. ആ വെരിഫിക്കേഷൻ സക്സസ് ആയ കാര്യം രാഘവനോട് പറഞ്ഞപ്പോൾ രാഘവും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ആ സമയത്താണ് ഫ്രണ്ട്സിന്റെ മെസ്സേജ് എല്ലാം തന്നെ അവന്റെ ഫോണിലേക്ക് വരുന്നതും അവൻ എക്സാം എല്ലാം പാസ്സായി എന്നുള്ള മെസ്സേജ് ആയിരുന്നു അത്. അത് കേട്ടപ്പോൾ ശരിക്കും രാഘവ ആകെ റിലാക്സ് ആയി. അവൻ ഒരുപാട് സന്തോഷിക്കാനും തുള്ളിച്ചാടാനും ഒക്കെ തുടങ്ങിയിരുന്നു. ആ ഒരു സന്തോഷത്തില് അവനാകട്ടെ ഓടിപ്പോയി പ്രിൻസിപ്പലിനോട് ഒരുപാട് നന്ദി പറയുകയും തന്റെ കല്യാണത്തിന്റെ ലെറ്റർ അയാൾക്ക് കൊടുത്തിട്ട് കല്യാണത്തിന് നിങ്ങൾ വരണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അയാൾ വിചാരിച്ചിരുന്നത് അവൻ ഗത്തായിട്ട് വന്നിട്ട് അയാളെ 2 തെറി പറയുമെന്നായിരുന്നു. അങ്ങനെ ഇവന്റെ കല്യാണത്തിന്റെ തലേന്നുള്ള പാർട്ടിയാണ് പിന്നീട് കാണിക്കുന്നത്. ആ പാർട്ടിക്കിടെ നമ്മുടെ കുട്ടി ഡ്രാഗൺ
ആകട്ടെ അവനോട് വന്ന് പറയുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന വെങ്കട്ടാകട്ടെ ഒരു വിഷയത്തിന് ഫെയിൽ ആയിരിക്കുകയാണ്, അവൻ അതിന്റെ വിഷമത്തില് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന്. അതറിഞ്ഞുകൊണ്ട് കുട്ടി ഡ്രാഗൺ അങ്ങോട്ട് പോകാനിരിക്കുകയായിരുന്നു. അവന്റെ കൂടെ നമ്മുടെ രാഘവും ചെല്ലുന്നു. വെങ്കട് ആകെ തകർന്നിരിക്കുകയായിരുന്നു. അവന്റേത് വളരെ മോശം സാഹചര്യമാണ്. അവന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവനെ പഠിപ്പിച്ചിരുന്നത്. ചെറിയൊരു കുടിലാണ് അവൻ താമസിക്കുന്നത്. ഇത്രയും കാലം നന്നായിട്ട് പഠിച്ചുകൊണ്ട് വന്നതാണ്. ഈ ഒരു സബ്ജക്റ്റിന് എങ്ങനെ ഫെയിലായെന്ന് പോലും അവൻ അറിയില്ല. അവൻ റീവാലുവേഷന് കൊടുത്തപ്പോൾ പേപ്പർ അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് തന്റെ പേപ്പർ അല്ല എന്നാണ് അവൻ പറയുന്നത്. ആ പേപ്പർ വാങ്ങി നോക്കിയ രാഘവ് ശരിക്കും ഞെട്ടിപ്പോയി. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവൻ ലാസ്റ്റ് എക്സാമിന് ഫെയിൽ ആകുമെന്ന് മനസ്സിലായതും അവൻ ആ ഏജൻസിക്കാരോട് പറയുന്നുണ്ടായിരുന്നു, എന്നെ ആ ഒരു പേപ്പറിന് മാത്രം എങ്ങനെയെങ്കിലും പാസ്സാക്കണമെന്ന്. ഒരൊറ്റ പേപ്പർ ആയതുകൊണ്ട് അവരതിന് ഓക്കെ പറയുന്നു. അങ്ങനെ ആ ഏജൻസിക്കാരുടെ സഹായത്തോടു കൂടി ഒരു പിയൂണാണ് ഇവരുടെ പേപ്പർ മാറ്റി വെക്കുന്നത്. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന വെങ്കട്ടിന്റെ ബുക്ക്ലെറ്റ് എടുത്ത് അതിലെ ഫ്രണ്ട് പേജ് ഒഴിച്ച് ബാക്കി ഇത്രയും ഇളക്കിയെടുത്തിട്ട് രാഘവന്റെ ഫ്രണ്ട് പേജിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു. ഇവർ രണ്ടുപേരുടെയും പേപ്പർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നു. വെങ്കട്ട് എഴുതിയ പേപ്പർ വെച്ചിട്ടാണ് രാഘവ് പാസ്സായത്. രാഘവന്റെ പേപ്പർ വന്നത് വെങ്കട്ടിന്റെ കയ്യിലും. അതുകൊണ്ടാണ് അവൻ ഫെയിലായത്. ഈ പേപ്പർ ഫെയിലായ കാരണം അവന് ഗൂഗിൾ കിട്ടേണ്ടിയിരുന്ന നല്ലൊരു ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു അരിയറെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ജോലി ഒരിക്കലും അവന് കിട്ടില്ല. അവന്റെ ജീവിതം തന്നെ തകർന്ന മട്ടിലായിരുന്നു. രാഘവന് താൻ ചെയ്ത തെറ്റിന്റെ ബലം അനുഭവിക്കുന്നത് വെങ്കട്ടാണെന്ന് ആലോചിച്ചപ്പോൾ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് തന്റെ പേപ്പർ അല്ലാന്നൊക്കെ അവൻ പോയി അവിടെ പറഞ്ഞതാണ്. എന്നാൽ ആരും തന്നെ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അത് കാരണമാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നാണ് രാഘവ് അവിടെ നിന്നും തിരിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നത്. പിറ്റേന്ന് അവന്റെ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അവൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഒട്ടും സന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല. താലി കിട്ടുന്ന ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അവൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. ആ കല്യാണം പാതി വഴിക്ക് നിർത്തിയ ശേഷം അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. താൻ ഒരു ഫ്രോഡാണെന്നും താൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്നും ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് മുതൽ എക്സാമിലെ പേപ്പർ മാറ്റിയ കാര്യങ്ങൾ വരെ അവൻ എല്ലാവരോടും തുറന്നു പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു അവന്റെ കമ്പനിയിലെ ആൾക്കാരും അവന്റെ വീട്ടുകാരും പല്ലവിയുടെ വീട്ടുകാരും. അവന്റെ അമ്മ അവനെ ഒരുപാട് അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. താൻ കാരണം വെങ്കട്ടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും അവൻ പറയുന്നുണ്ട്. സത്യങ്ങളെല്ലാം അറിഞ്ഞതോടുകൂടി അവൻ തന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി പല്ലവി ആകട്ടെ കല്യാണം വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം അവനാകട്ടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഏറ്റുപറയുകയും വെങ്കട്ടിനെ തന്റെ പേപ്പർ തിരിച്ചു കിട്ടുകയും അവന്റെ സ്വപ്നമായിരുന്ന അവന്റെ ഗൂഗിളിലെ ജോലി അവന് കിട്ടുകയും ചെയ്യുന്നു. ഫ്രോഡ് പരിപാടി ചെയ്തത് കാരണം രാഘവ് ജയിലിലായി. അങ്ങനെ EMI ഒന്നും അടയ്ക്കാൻ പറ്റാതെ അവന്റെ വീട് നഷ്ടപ്പെടുകയും കാർ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. ഇതിനെപ്പറ്റി എല്ലാം തന്നെ പുതിയ ബാച്ചിലെ കുട്ടികളോട് ആ പ്രിൻസിപ്പൽ മയിൽവാഹനം പറയുന്നതാണ് കാണിക്കുന്നത്. അവന്റെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതെയായി. കുറച്ചുനാള് അവൻ എവിടെ പോയെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ആ മയിൽവാഹനം കുട്ടികളോട് പറയുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പെട്ടെന്നൊരു ദിവസം അവനെ കണ്ടുവെന്ന്. വീട്ടിലേക്ക് ഡെലിവറി ബോയ് ആയിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു. മയിൽവാഹനത്തിന്റെ മകളായിരുന്നു അവിടേക്ക് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ അയാളോട് പറയുന്നുണ്ട്, അന്ന് ഞാൻ ചെയ്ത തെറ്റ് ആരോടും തുറന്നു പറയാതെ ഇരുന്നെങ്കിൽ ആ ലക്ഷറീസ് ലൈഫ് എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ, പല്ലവി എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. പക്ഷെ താൻ കാരണം വെങ്കട്ടിന്റെ ലൈഫ് തകർന്നു പോയതിന്റെ ഗിൽറ്റ് തന്റെ കൂടെ എന്നും ഉണ്ടായിരുന്നേനെ. ആ ഒരു ഗിൽറ്റിൽ ഞാൻ ജീവിക്കേണ്ടി വന്നിരുന്നേനെ. പക്ഷെ എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിക്കുന്നു. ജയിൽ പോയതിനു ശേഷം തന്റെ ലൈഫ് തന്നെ ഇല്ലാതായി എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അവൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതും അവനെ കാത്ത് അവന്റെ അച്ഛനിരിപ്പുണ്ടായിരുന്നു. അയാൾ അവനെ അവന്റെ പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പുതിയ വീട്ടിൽ EMI അടയ്ക്കാൻ പറ്റാത്ത കാരണം അതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോയി. പഴയ വാടക വീട്ടിലേക്ക് തന്നെ അവർ തിരിച്ചെത്തിയിരുന്നു. തന്നോടൊരു ദേഷ്യവുമില്ലേ എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അവന്റെ അച്ഛൻ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്. അയാളുടെ ലൈഫിലും അയാളെ ഒരുപാട് പേര് ചവിട്ടി തേച്ചുകൊണ്ടാണ് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നിലേക്ക് കടന്നുപോയത്. അതുകൊണ്ടാണ് അയാളുടെ ലൈഫ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ തന്നോട് ചെയ്ത പോലെ തന്റെ മകൻ മറ്റൊരാളോട് ചെയ്യാത്തതായിരുന്നു അയാൾ കണ്ട ഏറ്റവും വലിയ കാര്യം. നീയും മറ്റുള്ളവരെ പോലെ തന്നെ സ്വന്തം ജീവിതം സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ദ്രോഹം ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. പക്ഷെ നീ നിന്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്തിയത് കൊണ്ടാണ് എനിക്ക് നിന്നെ ആലോചിച്ച് ഒരുപാട് ബഹുമാനം തോന്നുന്നതെന്നും അയാൾ പറയുന്നു. എന്റെ അച്ഛന്റെ ആ വാക്കുകളായിരുന്നു ലൈഫിൽ വീണ്ടും മുന്നേറാൻ അവൻ ഒരുപാട് പ്രചോദനമായത്. അങ്ങനെ അവൻ ഡെലിവറി ബോയ് ആവുകയും ഇപ്പോൾ 25,000 രൂപ ശമ്പളം വാങ്ങുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല രാത്രിയിൽ ഈ ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പകല് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് സെമസ്റ്ററിൽ തനിക്ക് 90% മാർക്ക് ഉണ്ടെന്ന് അവൻ പറയുന്നു. അതെല്ലാം കേട്ടപ്പോൾ മയിൽവാഹനത്തിന് അവനെ ആലോചിച്ച് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കോളേജിൽ നിന്നും സക്സസ്ഫുൾ ആയിട്ട് പുറത്തിറങ്ങിയ നല്ലൊരു സ്റ്റുഡന്റ് ആണ് അവനെന്നാണ് എല്ലാവരോടും അയാൾ പറയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അയാൾ തന്റെ സ്വന്തം മകളുടെ വിവാഹാലോചനയുമായിട്ട് അവന്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ഒരിക്കൽ തന്റെ മകൾ ഇവന്റെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണല്ലോ ഇവന്റെ സത്യം എല്ലാം തന്നെ മനസ്സിലാക്കിയത്. എന്നാൽ അവന്റെ സത്യങ്ങളിൽ അറിഞ്ഞ ശേഷം ആ പെൺകുട്ടി അവനെ സ്വീകരിക്കാൻ തയ്യാറാണ്. മാത്രമല്ല തന്റെ മകൾക്ക് പറ്റിയ വ്യക്തി അവൻ തന്നെയായിരിക്കുമെന്നാണ് മയിൽവാഹനം പറയുന്നത്. അതിന് അയാൾ പറയുന്ന ഒരു കാരണവും ഉണ്ടായിരുന്നു. ലൈഫിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റെല്ലാം തിരുത്തിയിട്ട് നേർവഴിക്ക് ജീവിക്കുന്ന വ്യക്തി ഇനി ജീവിതത്തിൽ ഒരു തവണ കൂടി തെറ്റിലേക്ക് തിരിയില്ല. അതുകൊണ്ട് നീ തന്നെയാണ് എന്റെ മകൾക്ക് പെർഫെക്റ്റ് എന്ന്. അതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് അയാളോട് അവിടെ നിന്നും പോകാൻ അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു തവണ തന്റെ മകളെ കണ്ട ശേഷം തീരുമാനിക്കാനാണ് അവനോട് അയാൾ ആവശ്യപ്പെടുന്നത്. കുറച്ചു കഴിയുമ്പോൾ അയാളുടെ മകൾ അവിടേക്ക് വരുന്നു. ശരിക്കും അവളെ കണ്ട മാത്രയില് അവന്റെ മനസ്സിലെ തീരുമാനം തന്നെ മാറിയിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ
ചെയ്യാനുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ വരാൻ തുടങ്ങി. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.